നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. പ്രോലൈഫ് പ്രസ്ഥാനങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും ശക്തമായ എതിർപ്പ് വകവയ്ക്കാതെ ജർമ്മനിയിൽ ദയാവധത്തിന് അനുമതി നൽകിയ സുപ്രീം കോടതിയുടെ വിധി ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കൊറോണ ഭീതിയിൽ അമേരിക്കയിലും വത്തിക്കാനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വലിയ ജാഗ്രതയോടെയാണ് പോയ വാരത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചത്. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവത്യാഗത്തിൻ്റെ 25 വർഷം പൂർത്തിയായതും ഏലപ്പാറ പള്ളിക്കുന്നിലെ സെൻറ് ജോർജ് ഇടവക ദേവാലയത്തിൻ്റെ ശതോത്തര ജൂബിലി ആഘോഷം നടന്നതും പോയ വാരത്തിലായിരുന്നു. കാസ ഉയർത്തുന്ന കൈകളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി റൊഗേഷ്നിഷ് സഭാംഗമായ ഫാദർ വിമൽ കല്ലൂക്കാരൻ്റെ വാർത്തകളും വിശേഷങ്ങളും പോയ വാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. പ്രോലൈഫ് പ്രസ്ഥാനങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും ശക്തമായ എതിർപ്പ് വകവയ്ക്കാതെ ജർമ്മനിയിൽ ദയാവധത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. അസിസ്റ്റഡ് സൂയിസൈഡ് പോലുള്ള ദയാവധത്തിൻ്റെ വകഭേദങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് ജർമ്മൻ ക്രിമിനൽ നടപടി ചട്ടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയാണ് ജർമ്മനിയിലെ കാൾസ്റൂ ആസ്ഥാനമായുള്ള പരമോന്നത കോടതിയുടെ വിധി. കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ ഉത്തരവാദിത്തോടെ ജർമ്മൻ നിയമവ്യവസ്ഥതയിലെ 217 ഖണ്ഡിക അസാധുവായി. വിധിക്കെതിരെ കടുത്ത എതിർപ്പുമായി ജർമ്മൻ കത്തോലിക്ക സഭ രംഗത്ത് വന്നിട്ടുണ്ട്. ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി കോടതി നിലകൊള്ളണമെന്നും പുതിയ ഉത്തരവ് വേദനാജനകമാണെന്നും ബെർലിൻ ആർച്ച് ബിഷപ്പ് ഹെയ്നർ കൊച്ച് പ്രതികരിച്ചു. ഡോക്ടറുടെ സഹായത്തോടെയുള്ള ദയാവധം ഫിസിഷ്യൻ അസിസ്റ്റന്റ് സൂയിസൈഡിനെതിരെ ജർമ്മൻ മെഡിക്കൽ അസോസിയേഷനും രംഗത്തുണ്ട്. ജർമ്മനിയെ കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളായ നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ് എന്നിവിടങ്ങളിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ദയാവധത്തിന് അനുമതിയുണ്ട്. പ്രോലൈഫ് പ്രസ്ഥാനങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും ശക്തമായ എതിർപ്പ് വകവയ്ക്കാതെ ജർമ്മനിയിൽ ദയാവധത്തിന് സുപ്രീം കോടതിയുടെ അനുമതി. അസിസ്റ്റഡ് സൂയിസൈഡ് പോലെയുള്ള ദയാവധത്തിന്റെ വകഭേദങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് ജർമ്മൻ ക്രിമിനൽ നടപടിച്ചട്ടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയാണ് ജർമ്മനിയിലെ കൾസ്റൂ ആസ്ഥാനമായുള്ള പരമോന്നത കോടതിയുടെ വിധി. കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ ഉത്തരവാദിത്തത്തോടെ ജർമ്മൻ നിയമവ്യവസ്ഥതയിലെ 217 ഖണ്ഡിക അസാധുവായി. വിധിക്കെതിരെ കടുത്ത എതിർപ്പുമായി ജർമ്മൻ കത്തോലിക്ക സഭ രംഗത്ത് വന്നിട്ടുണ്ട്. കൊറോണ ഭീതിയിൽ അമേരിക്കയിലും വത്തിക്കാനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വലിയ ജാഗ്രതയോടെയാണ് വിഭൂതി തിരുനാൾ ആചരിച്ചത്. നിരവധി പേരാണ് മുഖത്ത് മാസ്ക് ധരിച്ച് ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ കുർബാനയിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചിരുന്നു. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ കുർബാനയും വിഭൂതി തിരുക്കർമ്മങ്ങളും അതീവ ജാഗ്രതയോടും മുൻകരുതലോടും കൂടിയാണ് വിവിധ ദേശങ്ങളിൽ നടന്നത്. ഫിലിപ്പീൻസിലെ ദേവാലയങ്ങളിൽ നടന്ന ചാരം പൂശൽ തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികൾ എത്തിയത് മുൻകരുതലോടെയാണ്. നൈജീരിയയിലെ പീഡിത ക്രൈസ്തവരോട് ഐക്യദാർഢ്യവും പിന്തുണയും പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൈജീരിയൻ വിശ്വാസികൾ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. രാജ്യത്ത് നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്കെതിരെയും കൊല്ലപ്പെട്ട സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടിയും നോമ്പ് തുടങ്ങുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രാർത്ഥനാ പ്രദക്ഷിണ റാലിയിലും നിരവധി പേർ പങ്കെടുത്തു. റോഡിലായാലും ഭവനത്തിലായാലും ഭയത്തോടുകൂടി ജീവിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നൈജീരിയയിലുള്ളത്. ബൊക്കോ ഹറാം പോലെയുള്ള തീവ്രവാദികൾ ക്രൈസ്തവരെ കൊലപ്പെടുത്തുന്നതിനും തട്ടിക്കൊണ്ടുപോകുന്നതിനും രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണെന്നും നോമ്പിന് മുന്നോടിയായി മെത്രാൻ സമിതി പുറത്തിറക്കിയ സന്ദേശത്തിൽ പറയുന്നു. കൊറോണ വൈറസ് അതീവ ഗുരുതരമായ വിധത്തിൽ പടരുന്ന സാഹചര്യത്തിൽ ഉത്തര ഇറ്റലിയിലെ ഏതാനും രൂപതകൾ വിശുദ്ധ കുർബാനയും മറ്റ് ശുശ്രൂഷകളും ഒരാഴ്ചത്തേക്ക് റദ്ദാക്കിയെങ്കിലും സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടു വരികയാണ്. ഉത്തര ഇറ്റലിയിലെ ഏതാനും സ്ഥലങ്ങളിൽ കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. വൈറസ് നിയന്ത്രണ വിധേയമാകുന്നതുവരെ കൈകളിൽ മാത്രം വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഏതാനും രൂപതകൾ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഫെബ്രുവരി 23 വൈകുന്നേരം മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിശുദ്ധ കുർബാന അർപ്പണം ഉണ്ടാകില്ലെന്ന് മിലാൻ അതിരൂപത പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസമായി മിലാൻ കത്തീഡ്രലിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശന അനുമതി നിരോധിച്ചിരിക്കുകയാണ്. വെനീസ് പാത്രിയാർക്കീസായ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ്കോ മൊറഗ്ലിയ ആരാധനകൾക്കും മാമോദീസുകൾക്കും കുരിശിന്റെ വഴിക്കും ഉൾപ്പെടെ മാർച്ച് 1 തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തി. ടൂറിൻ രൂപതയിലും മറ്റു ചില രൂപതകളിലും സമാനമായ നിയന്ത്രണമുണ്ട്. പാതുവയിൽ വിശുദ്ധ അന്തോണീസിന്റെ ബസിലിക്ക പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുക്കുമെങ്കിലും കുർബാന അർപ്പണത്തിനും മറ്റു പരിപാടികൾക്കും നിയന്ത്രണമുണ്ട്. ബസിലിക്കയുടെ മ്യൂസിയം മാർച്ച് 1 തീയതി വരെ അടച്ചിട്ടിരിക്കുകയാണ്.
കൊറോണ പകർച്ചവ്യാധിയിൽ ദുരിതമനുഭവിക്കുന്നവരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥത്തിനായി സമർപ്പിക്കുകയാണെന്ന് ബസിലിക്കയുടെ ചുമതലയുള്ള ഫ്രാൻസിസ്കൻ സന്യാസികൾ പ്രഖ്യാപിച്ചു. ചൈനയുടെ ഹെനാൻ പ്രവിശ്യയിൽ പിറവിയെടുത്ത പകർച്ചവ്യാധിയാണ് കൊറോണ വൈറസ്. ന്യൂമോണിയ, കിഡ്നി തകരാർ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കൊറോണ വൈറസ് ബാധ കാരണമായേക്കാം. കൊറോണ വൈറസ് മൂലം ചൈനയിൽ നിരവധി പേരാണ് മരിച്ചത്. ഭാരതസഭയിലെ വാഴ്ത്തപ്പെട്ട ആദ്യ വനിതാ രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയയുടെ ജീവത്യാഗത്തിന് 25 വർഷം പൂർത്തിയായി. സിസ്റ്റർ റാണി മരിയ മരിച്ചു വീണ ഉദയനഗറിലും ജന്മനാടായ കേരളത്തിലെ പുല്ലുവഴി തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകൾ നടന്നു. 1995 ഫെബ്രുവരി 25 ഇൻഡോറിലാണ് സിസ്റ്റർ രക്തസാക്ഷിത്വം വരിച്ചത്. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ സന്യാസിനി സമൂഹത്തിന്റെ മധ്യപ്രദേശിലെ അമല പ്രൊവിൻസിൽ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെ ചുമതലയുള്ള കൗൺസിലറായിരുന്നു സിസ്റ്റർ. സമൂഹത്തിലെ നിർധനർക്ക് വേണ്ടി സ്വരമുയർത്തി സാധാരണക്കാർക്ക് വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും ലഭ്യമാക്കുന്നതിന് സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയ സിസ്റ്റർ റാണി മരിയയുടെ സേവനം ജന്മിമാരെ ചൊടിപ്പിച്ചു. ഇതിൽ രോക്ഷാകുലരായ ജന്മിമാർ സമ്മന്ദർ സിംഗ് എന്ന വാടക കൊലയാളിയെ ഉപയോഗിച്ച് സിസ്റ്റർ റാണി മരിയയെ കൊലപ്പെടുത്തുകയായിരുന്നു. മധ്യപ്രദേശിലെ ഉദയനഗറിൽ നിന്നും ഇൻഡോറിലേക്കുള്ള ബസ് യാത്രക്കിടെയാണ് റാണി മരിയ കൊല്ലപ്പെട്ടത്. ഏറെക്കാലത്തെ ജയിൽവാസത്തിനു ശേഷം മാനസാന്തരപ്പെട്ട സമിന്ദർ സിംഗ് സിസ്റ്റർ റാണി മരിയയുടെ വീട്ടിലെത്തി മാതാപിതാക്കളോട് മാപ്പ് ചോദിച്ചിരുന്നു. 2017 നവംബർ 4 റാണി മരിയയെ തിരുസഭ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചത്. റാണി മരിയയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിൽ പങ്കെടുക്കുവാൻ കൊലയാളി സമിന്ദർ സിംഗ് നിറകണ്ണുകളോടെ എത്തിയിരുന്നു. റാണിജി സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഉദയനഗറിന് കിടക്കുന്ന 30ഓളം ഗ്രാമങ്ങളിലെ കുടുംബങ്ങൾ ഏകസ്വരത്തിൽ പറയുന്നു. മധ്യപ്രദേശിലെ ഉദയനഗറിൽ 3 വർഷത്തിൽ താഴെ മാത്രമാണ് സിസ്റ്റർ റാണി മരിയ താമസിച്ചത്. ഈ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനിക്ക് ക്രിസ്തുവുമായുള്ള ബന്ധത്തിനായിരുന്നു ഇന്നും 1ാം സ്ഥാനം. ദരിദ്രരോടുള്ള സ്നേഹം സുവിശേഷം ജീവിക്കാനുള്ള ഒരു കുലീന മാർഗമാണെന്ന് സിസ്റ്റർ തന്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. 1ാമത്തെ ചുമതല പ്രാർത്ഥനയാണ്. ജോലി 2ാമത്തേത് മാത്രമേ വരുന്നുള്ളൂവെന്നും സിസ്റ്റർ കുറിച്ചിടുന്നു. രാവിലെ 4 ആരംഭിച്ച് രാത്രി 11 വരെ നീളുന്ന സിസ്റ്ററിന്റെ ശുശ്രൂഷാ ജീവിതത്തിലെ ഓരോ ദിവസത്തിന്റെയും ആദ്യ മണിക്കൂറും അവസാന മണിക്കൂറും ദിവ്യകാരുണ്യനാഥനോടൊപ്പം ചെലവഴിക്കാൻ സിസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഉദയനഗറിന്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കുന്നവർ ഇത്രയധികം സ്ഥലങ്ങൾ സിസ്റ്റർ റാണി മരിയ ഒറ്റയ്ക്ക് കാൽനടയായി എങ്ങനെ സന്ദർശിച്ചു എന്ന് അത്ഭുതപ്പെടാറുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിച്ചതുകൊണ്ട് എന്ന ഒറ്റ ഉത്തരം മാത്രമേ അതിനുള്ളൂ. മറ്റുള്ളവർ 2 വട്ടം ആലോചിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടാൻ സിസ്റ്റർ റാണി മരിയെ പ്രചോദിപ്പിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹം മാത്രമായിരുന്നു. ബസ്സിൽ വെച്ച് മാരകമായി കുത്തേറ്റതിനു ശേഷം പുറത്തേക്കെറിഞ്ഞ സിസ്റ്ററുടെ ജീവനറ്റ ശരീരം വന്ന് വീണ നാച്ചിംബോർ മലയിലെ ചെറിയ സ്മാരകം സന്ദർശിക്കാൻ ധാരാളം തീർത്ഥാടകർ എത്താറുണ്ട്. 25 വർഷങ്ങൾക്ക് മുൻപ് 41ാമത്തെ വയസ്സിൽ സിസ്റ്റർ ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും ഉദയനഗറിലും പരിസര പ്രദേശങ്ങളിലും സിസ്റ്ററിന്റെ ചൈതന്യവും ഓർമ്മകളും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. മതനിന്ന് ആരോപിക്കപ്പെട്ട് പാക് ജയിലിലായിരുന്ന ക്രൈസ്തവ വനിത ആസിയ ബീവി ഫ്രാൻസിൽ രാഷ്ട്രീയ അഭയത്തിനായി ഫ്രഞ്ച് ഗവൺമെന്റിനെ സമീപിച്ചു. കാനഡയിൽ അഭയം തേടിയിരുന്ന ആസിയ ബീബിക്ക് അഭയം നൽകാൻ തയ്യാറെന്ന് ഫ്രഞ്ച് ഭരണകൂടം അറിയിച്ചു. ആസിയ ബീബി ഉടൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. ആസിയ ബീബിയുടെ ജീവിതകഥ പറയുന്ന ഒടുവിൽ സ്വതന്ത്ര എന്ന പുസ്തകം കഴിഞ്ഞ മാസം ഫ്രഞ്ച് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ ആസിയ ബീബി ഒരു റേഡിയോ അഭിമുഖത്തിലാണ് ഫ്രാൻസിൽ ജീവിക്കണമെന്ന തന്റെ അഭിലാഷം വെളിപ്പെടുത്തിയത്. ഫ്രാൻസ് എന്ന രാജ്യത്തു നിന്നാണ് തനിക്ക് പുനർജീവൻ ലഭിച്ചതെന്നും അന്ന ഇസബെല്ല തനിക്കൊരു മാലാഖെ പോലെയാണെന്നും ആസിയ ബീബി പറഞ്ഞു. ആസിയ ബീബിയുടെ ആഗ്രഹത്തിന് പിന്തുണയുമായി ഫ്രഞ്ച് ഭരണകൂടം രംഗത്ത് വന്നിരിക്കുകയാണ്. ആസിയയ്ക്കും കുടുംബത്തിനും ഫ്രാൻസിൽ അഭയം നൽകാൻ തയ്യാറാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഓഫീസ് വ്യക്തമാക്കി. ഫ്രഞ്ച് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഫ്രാൻസിൽ അഭയം പ്രാപിക്കാനുള്ള ആഗ്രഹം ആസിയ ബീബി തുറന്നു പറഞ്ഞത്. നിരപരാധിയാണെന്ന് കണ്ടെത്തി കോടതി വിട്ടയച്ചതിനു ശേഷം ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്നും വധഭീഷണി നേരിട്ട ആസിയ ഇപ്പോൾ കുടുംബത്തോടൊപ്പം കാനഡയിലാണ് കഴിയുന്നത്. മുസ്ലിം സ്ത്രീകളുമായുണ്ടായ വാഗ്വാദമാണ് വ്യാജ മതനിന്ദാ കുറ്റത്തിന്റെ പേരിൽ ആസിയ ബീബിയെ ജയിലിലെത്തിച്ചത്. 2010 വധശിക്ഷ വിധിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ആസിയ ബീബിയെ കുറ്റവിമുക്തയാക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വൻ ആക്രമണങ്ങൾ അരങ്ങേറുകയും ആസിയയെ വധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം തെരുവിലിറങ്ങുകയുമുണ്ടായി. പാകിസ്ഥാന്റെ മതനിന്ദാ നിയമത്തിന്റെ ക്രൂരത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നതായിരുന്നു ബീബിയുടെ കേസ്. ശരീഅത്ത് നിയമപ്രകാരം മതനിന്ദാ കുറ്റത്തിന് ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അവർക്ക് വധശിക്ഷയാണ് ലഭിക്കുക. മതനിന്ദാ നിയമം ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ പോലും ക്രൈസ്തവർക്കെതിരെ തെറ്റായ ആരോപണം ഉന്നയിച്ച് പകരം വീട്ടുന്ന പ്രവണത പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരികയാണെന്ന് നിരവധി റിപ്പോർട്ടുകളുണ്ട്. ചൈനയിൽ കൊറോണ ചികിത്സിച്ച ആദ്യത്തെ ആശുപത്രികളിലൊന്നായ വുഹാൻ ജിൻയിൻഡാനിൻ
കത്തോലിക്ക ആശുപത്രിയായിരുന്നുവെന്ന് ഫ്രാൻസിസ്കൻ സഭ. അരനൂറ്റാണ്ട് മുൻപ് ചൈനീസ് ഭരണകൂടം കൈയടക്കി പേരുമാറ്റിയതാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഫ്രാൻസിസ്കൻ സഭ നടത്തിയിരിക്കുന്നത്. വുഹാൻ ഇൻഫെക്ടീഷ്യസ് ഡിസീസസ് ഹോസ്പിറ്റൽ എന്നറിയപ്പെട്ടിരുന്ന ഈ ആശുപത്രിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി ഫ്രാൻസിസ്കൻ സഭയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. 1926 സ്ഥാപിതമാകുമ്പോൾ ഫാദർ മെയ് മെമ്മോറിയൽ കത്തോലിക്ക ഹോസ്പിറ്റൽ ഇൻ ഹാൻകോ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരുന്ന ആശുപത്രി ചൈനീസ് ഭാഷയിൽ ഫാദർ മെയ് ഷാഞ്ചൂർ എന്നറിയപ്പെട്ടിരുന്ന പാസ്കൽ ആഞ്ചലോ മേലോട്ടോ OFM എന്ന ഇറ്റാലിയൻ ഫ്രിയാറിന്റെ പേരിലായിരുന്നുവെന്ന് ഫ്രാൻസിസ്കൻ സഭയുടെ വെബ്സൈറ്റിൽ പറയുന്നു. ഇറ്റലിയിലെ ലോനിഗോയിൽ ജനിച്ച ഫാദർ മേലോട്ടോ 1880 ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയും 1902 ചൈനയിലെത്തുകയുമുണ്ടായി. 1923 പ്രാദേശിക പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന്റെ പേരിൽ അദ്ദേഹത്തെ ചിലർ തട്ടിക്കൊണ്ടുപോവുകയും മോചനദ്രവ്യമായി വലിയ തുക ആവശ്യപ്പെടുകയും ചെയ്തു. വിദേശിയായതിനാൽ ഇറ്റാലിയൻ, ഫ്രഞ്ച് എംബസികളും ഈ വിഷയത്തിൽ ഇടപെട്ടു. 3 മാസങ്ങൾക്ക് ശേഷം തട്ടിക്കൊണ്ടുപോയവരിൽ ഒരാൾ വിഷം പുരട്ടിയ ബുള്ളറ്റ് കൊണ്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. മുൻപ് വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്ന മിഷണറിമാരുടെ പേരിൽ വലിയ തുക നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ബെനഡിക്ട് 15 കോളനിവൽക്കരണവും മതവും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിനായി മാക്സിമം ഇല്യൂഡ് എന്ന ശ്ലൈഹിക ലേഖനം പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ പണത്തിനു പകരം ഫാദർ മേലോട്ടോയുടെ നാമധേയത്തിൽ ഒരു ആശുപത്രിയാണ് ആവശ്യപ്പെട്ടത്. വൈദികന്റെ തിരുശേഷിപ്പുകൾ പ്ലം പവലിയൻ എന്നറിയപ്പെടുന്ന സ്മരണിക മണ്ഡപത്തിലേക്ക് മാറ്റി. ഹാൻകോവിലെ ദരിദ്ര വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രി വലിയൊരു ആശ്വാസമായിരുന്നു. 1949 ഈ ആശുപത്രിയിൽ 150 കിടക്കുകളും 2 ക്ലിനിക്കുകളും സേവനത്തിനായി 20ഓളം ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സും 7 നഴ്സുമാരുമുണ്ടായിരുന്നു. 1952 ചൈനയിൽ നിന്നും മിഷണറിമാരെ പുറത്താക്കിയപ്പോൾ ചൈനീസ് ഭരണകൂടം ആശുപത്രി കൈയടക്കുകയും പുനർനാമകരണം ചെയ്യുകയുമാണ് ഉണ്ടായത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമറായ കാർലോ അക്യൂറ്റീസിന്റെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം ലോക യുവതയ്ക്ക് ആവേശമായി മാറും. ദിവ്യകാരുണ്യ ഭക്തിയിൽ ജീവിച്ച് 15-ാം വയസ്സിൽ തന്നെ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെടുകയായിരുന്നു കാർലോ അക്യൂറ്റീസ്. കാർലോ അക്യൂറ്റീസിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിന് ആവശ്യമായ അത്ഭുതം വത്തിക്കാൻ അംഗീകരിച്ചതോടെയാണ് നാമകരണ നടപടിയുടെ നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്നു കാർലോ. ലോകത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ബൃഹത്തായ ഓൺലൈൻ ശേഖരം ചെറുപ്രായത്തിൽ തന്നെ കാർലോ സജ്ജമാക്കി. ദിവ്യകാരുണ്യത്തെ നാം എത്ര അധികമായി സ്വീകരിക്കുന്നുവോ അത്രമാത്രം നാം യേശുവിനെ പോലെയാകുമെന്നായിരുന്നു കാർലോയുടെ വാക്കുകൾ. കൂടാതെ കാർലോ ഒരുക്കിയ ദിവ്യകാരുണ്യ വിർച്വൽ ലൈബ്രറിയുടെ പ്രദർശനം 5 ഭൂഖണ്ഡങ്ങളിലായി നടന്നു കഴിഞ്ഞു. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിനും വിശ്വാസ നവീകരണത്തിനും ഇത് സഹായകരമാകും. വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘം സമർപ്പിച്ച രേഖകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചിരുന്നു. അടുത്തിടെയാണ് കാർലോയുടെ ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തിയത് എന്ന് നാമകരണ നടപടികളുടെ വൈസ് പോസ്റ്റുലേറ്റർ ഫാദർ മാർസെലോ സാക്ഷ്യപ്പെടുത്തി. വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം ഇറ്റലിയിലെ അസീസിയിലാണ് നടക്കുക. കാസ ഉയർത്തുന്ന കൈകളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി വൈദികൻ. റൊഗേഷ്നിഷ് സഭാംഗമായ വൈദികന്റെ ചിത്രരചന വൈഭവമാണ് ശ്രദ്ധേയമാകുന്നത്. മാനന്തവാടി റൊഗാത്ത ഭവൻ സെമിനാരിയിൽ സേവനം ചെയ്യുന്ന ഫാദർ വിമൽ കല്ലൂക്കാരനാണ് ചിത്രവൈവിധ്യം കൊണ്ട് അനേകരെ ആകർഷിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ചിത്രങ്ങൾ രചിക്കാൻ ആരംഭിച്ച ഫാദർ വിമൽ ഇന്ന് നിരവധി ചിത്രങ്ങളാണ് വരച്ചു തീർത്തിരിക്കുന്നത്. വരച്ച ചിത്രങ്ങളിൽ ഏറെ ശ്രദ്ധേയമായത് യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ ചിത്രവും പുഞ്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രവുമാണ്. വളരെ അപ്രതീക്ഷിതമായാണ് താൻ ചിത്രരചന രംഗത്തേക്ക് വന്നതെന്നാണ് ഫാദർ വിമൽ കല്ലൂക്കാരൻ പറയുന്നത്. തന്റെ ചിത്രരചനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്തുണയുമായി റോഗേഷ്യനിസ്റ്റ് സഭാംഗങ്ങളും ഒപ്പമുണ്ടെന്നും ഫാദർ വിമൽ കൂട്ടിച്ചേർത്തു. ഞാൻ ഈ വരയിലേക്ക് വന്നത് തീർത്തും അവിചാരിതമായിട്ടാണ്, അപ്രതീക്ഷിതമായിട്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വീടിന് നേരെ മുമ്പിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ വരച്ച ഒരു ബസ്സിൻ്റെ ചിത്രം, ക്രയോൺസ് കൊണ്ട് വരച്ച ഒരു ബസ്സിൻ്റെ ചിത്രം അവൻ എനിക്ക് സമ്മാനിച്ചു. ഞാനത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അങ്കിള്, അപ്പൻ്റെ അനിയൻ വന്നുകൊണ്ട് അത് വാങ്ങി നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു ആരാണ് വരച്ചതെന്ന്. ഒരു 2ാം ക്ലാസ്സുകാരൻ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ നുണ പറഞ്ഞു, ഞാനാണ് വരച്ചതെന്ന് പറഞ്ഞു. എൻ്റെ അങ്കിൾ അത് വിശ്വസിച്ചു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നെ അഭിനന്ദിച്ചു. പക്ഷെ പിറ്റേ ആഴ്ച വന്നപ്പോൾ അദ്ദേഹം മറക്കാതെ ഒരു 2ാം ക്ലാസ്സുകാരന് വളരാൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ, ഒരു നോട്ട് ബുക്ക്, റൂൾ പെൻസിൽ, റബ്ബർ, ഒരു പാക്കറ്റ് സ്കെച്ച് പെൻ, ഇത്രയുമായിട്ട് എന്നെ സമീപിച്ചുകൊണ്ട് അങ്കിൾ പറഞ്ഞു, നിനക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതല്ലേ,
എനിക്ക് നല്ലൊരു കഴിവുണ്ട് ഈ ഒരു കലയിൽ. അതുകൊണ്ട് അതൊരിക്കലും നശിപ്പിക്കണ്ട, ഇതുപയോഗിച്ച് നീ ആ കഴിവ് വളർത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും സാധനങ്ങൾ എനിക്ക് സമ്മാനിച്ചപ്പോൾ ആ 2ാം ക്ലാസ്സുകാരനെ പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നുണയായിരുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവിചാരിതമായിട്ട് പിന്നെ ഇത്രയും സാധനങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ വേറെ വഴിയില്ലാതെ ഞാൻ തുടങ്ങിയ ഒരു കാര്യമാണ് വര എന്ന് പറയുന്നത്. പക്ഷേ ആ വര ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഇന്ന് വരയ്ക്കാനുള്ള എല്ലാവിധ പ്രോത്സാഹനവും സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സഭാ സമൂഹമാണ്. റൊഗേഷനിസ്റ്റ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസിലെ എല്ലാ എൻ്റെ സഹോദര വൈദികരും എൻ്റെ വരയെ പിന്തുണയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വരയ്ക്കുന്നതിനെ വിമർശിച്ചും പ്രോത്സാഹിപ്പിച്ചും അഭിനന്ദിച്ചും അവർ എന്നും എൻ്റെ കൂടെയുണ്ട്. വിദേശത്തുള്ള ഞങ്ങളുടെ മിഷണറി വൈദികരൊക്കെ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ അവർ നിശ്ചയമായിട്ടും എന്തെങ്കിലും ഒരു സാധനങ്ങൾ വരയ്ക്കാനായിട്ട് എനിക്ക് അവർ വാങ്ങിക്കൊണ്ടുവന്ന് സമ്മാനമായിട്ട് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും, ഇന്ന് എൻ്റെ വര ജീവിതത്തിൽ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സഭാ സമൂഹമാണ്. റൊഗേഷനിസ്റ്റ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ്. ചിത്രരചന ഗുരുമുഖത്തു നിന്ന് അഭ്യസിച്ചിട്ടില്ലെങ്കിലും ജീവൻ തുടിക്കുന്നതാണ് ഫാദർ വിമലിന്റെ ചിത്രങ്ങൾ. കുട്ടിയായിരിക്കുമ്പോൾ നോട്ട്ബുക്കിന്റെ താളുകളിൽ തുടങ്ങിയതാണ് ചിത്രം വര. മുതിർന്നപ്പോൾ നിരന്തര പ്രയത്നത്തിലൂടെ പെൻസിൽ ഡ്രോയിങ്ങിലും ജലഛായ എണ്ണഛായത്തിലും തന്റെ കഴിവ് പ്രകടമാക്കുകയായിരുന്നു. ചെറുപ്പത്തിൽ വര പഠിക്കുവാനായി ഒത്തിരിയേറെ അലഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ വര പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഫാദർ വിമൽ പറയുന്നു. വര ആഗ്രഹിക്കുന്നവർക്കായി അല്ലെങ്കിൽ വരച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു കുഞ്ഞ് സ്ഥാപനം തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം ചെറുപ്പത്തിൽ ഞാൻ വര പഠിക്കാനായിട്ട് ഒത്തിരിയേറെ അലഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. വരയിലേക്ക് ഇൻട്രസ്റ്റ് കയറിയതിന് ശേഷം പക്ഷേ എനിക്കതിന് അവസരമുണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, അന്ന് എനിക്കുണ്ടായിരുന്ന ആഗ്രഹം പോലെ തന്നെ ഒത്തിരിയേറെ കുട്ടികളും മുതിർന്നവരുമുണ്ട് ഇന്ന് വരയ്ക്കാനും വരയിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടാനും ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷേ അവർക്കതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ അവർക്കായിട്ട് അവരുടെ ആഗ്രഹങ്ങളെ പൂവണിയിക്കാനായിട്ട് ഒരു കുഞ്ഞ് സ്ഥാപനം തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. വയനാട്ടിൽ വന്നതിന് ശേഷമുള്ള ഫാദർ വിമലിന്റെ രചനകളിൽ വയനാടൻ പ്രകൃതി വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അങ്കമാലി കോക്കുന്ന് കല്ലുക്കാരൻ വർഗീസ് മേരി ദമ്പതികളുടെ മകനായി ഫാദർ വിമൽ 2015 തിരുപ്പട്ടം സ്വീകരിച്ചത്. ഏലപ്പാറ പള്ളിക്കുന്നിലെ സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിന്റെ ശതോത്തര ജൂബിലി ആഘോഷം ശ്രദ്ധേയമായി. CSI സഭ കേരളത്തിന്റെ പുരോഗതിക്ക് നൽകിയ സംഭാവന നിർണായകമായിരുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഏലപ്പാറ പള്ളിക്കുന്നിലെ സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിന്റെ ശതോത്തര ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹെൻറി ബേക്കർ ജൂനിയറിന് ആരാധന നടത്താൻ തിരുവിതാംകൂർ രാജവംശം 1869 നൽകിയ ഭൂമിയിലാണ് ഹൈറേഞ്ചിലെ ആദ്യ ദേവാലയം നിർമ്മിച്ചത്. ഈ ദേവാലയമാണ് പള്ളിക്കുന്ന് CSI ചർച്ച്. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ശില്പി ജോൺ ഡാനിയൽ മൻറോ ഉൾപ്പെടെ 36 വിദേശികളെ ഇവിടുത്തെ സെമിത്തേരിയിൽ സംസ്കരിച്ചിട്ടുണ്ട്. 1 വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടിക്കാണ് സമാപനം കുറിച്ചത്. സമാപന സമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഈ പള്ളി സെന്റ് ജോർജ് CSI ചർച്ച് പള്ളിക്കുന്ന് കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, ഒരു നാടിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥാനം കൂടിയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ നമുക്കൊരുപക്ഷെ ഊഹിക്കാൻ പോലും സാധിക്കില്ല. യാതൊരുവിധ ജീവിത സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നാടിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി നടത്തിയ ഒരു അധ്വാനം ബ്രിട്ടീഷുകാർ അതിൽ ഒരു പങ്ക് വഹിച്ചു. അതിലുപരി ഇവിടുത്തെ ജനങ്ങൾ എത്രയോ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനം. ആരോഗ്യ രംഗത്ത് ഒരു വിധത്തിലുള്ള സേവനങ്ങളില്ല.
കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ നാട് കെട്ടിപ്പടുക്കാൻ നടത്തിയ ആ ശ്രമത്തിൻ്റെ ഒരു ഭാഗം കൂടി ഈ പള്ളിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. CSI സഭ നമ്മുടെ രാജ്യത്ത് വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് സഭ നൽകിയിട്ടുള്ള നേതൃത്വമാണ് വലുതാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയത് കോട്ടയം CMS കോളേജിലാണ്. സമാപന സമ്മേളനത്തിൽ CSI മഹായിടവക ബിഷപ്പ് VS ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറക്കൽ, CSI മുൻ മോഡറേറ്റർ ഡോക്ടർ KJ ഷാമുവേൽ തുടങ്ങിയവർ ജൂബിലി സന്ദേശം നൽകി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ES ബിജിമോൾ MLA, മതസാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്ത് നിയമവാഴ്ച തകർക്കും വിധം കലാപത്തിന് ആഹ്വാനം നൽകിയവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ച് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് KCBC. രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി ജനങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും ഭയവും വളർത്തുന്ന ശൈലി രാഷ്ട്രീയ രംഗത്ത് വളർന്നു വരുന്നത് അത്യന്തം ആശങ്കാജനകമാണെന്ന് KCBC വ്യക്തമാക്കി. രാജ്യത്ത് സമാധാനവും നിയമവാഴ്ചയും ഉറപ്പുവരുത്താൻ ചുമതലപ്പെട്ടവർ തന്നെ കലാപത്തിനും ആക്രമണത്തിനും പ്രേരണ നൽകുകയോ അതിനു നേരെ കണ്ണടയ്ക്കുകയോ ചെയ്യും വിധം പ്രവർത്തിക്കുന്നത് വിനാശകരമാണ്. ഡൽഹിയിലുണ്ടായ ആക്രമണ പ്രവർത്തനങ്ങളിൽ 20-ലധികം പേർക്ക് ജീവൻ നഷ്ടമാവുകയും അനേകർക്ക് പരിക്കേൽക്കുകയും അതിലേറെ പേരുടെ ജീവിതോപാധികൾ നഷ്ടമാവുകയും ചെയ്തു. എല്ലാറ്റിലും ഉപരിയായി രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും പരസ്പര വിദ്വേഷവും അകൽച്ചയും വർദ്ധിക്കാൻ കലാപം ഇടയാക്കി. ജനക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്ന പ്രവണത രാജ്യത്ത് വർദ്ധിച്ചു വരുന്നത് രാജ്യത്തിന്റെ ഭാവിക്കും ജനങ്ങളുടെ സമാധാന ജീവിതത്തിനും ഭീഷണിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ പൗരാവകാശങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ ജുഡീഷ്യറി ഫലപ്രദമായി ഇടപെടുകയും അങ്ങനെ ഇടപെടാൻ ജുഡീഷ്യറിയെ അനുവദിക്കുകയും വേണം. കലാപത്തിൽ ജീവനും സ്വത്തും നഷ്ടമായവർക്ക് ഉചിതമായ നഷ്ടപരിഹാരവും പരിക്കേറ്റവർക്ക് ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതോടൊപ്പം രാജ്യത്ത് സമാധാന അന്തരീക്ഷത്തിനുള്ള നടപടികളും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകണമെന്നും KCBC ആവശ്യപ്പെട്ടു. ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കാണ്ടമാലിലെ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിനിരയായി ജയിലിലടച്ച ശേഷം മോചിതരായ 7 ക്രൈസ്തവർക്ക് ബംഗളൂർ ക്രിസ്തു ജ്യോതി സെമിനാരിയിൽ സ്വീകരണം നൽകി. 11 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ച 7 പേർ സെമിനാരിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പാട്ടുപാടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർത്തിയാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.